Hi all, welcome to Easy Igno. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BSOC 111 സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്ന പേപ്പറിന്റെ പാർട്ട് 3 വീഡിയോയാണ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാൾ മാർക്സിനെ കുറിച്ച് കുറച്ചധികം അദ്ദേഹത്തിന്റെ ബയോഗ്രഫീസിനെ കുറിച്ചും മെയിൻ ആയിട്ട് അദ്ദേഹം സോഷ്യോളജിക്ക് കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കുറച്ച് തിയറീസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന കുറച്ച് കോൺസെപ്റ്റുകളാണ് പറയാനുള്ളത്. അതിൽ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഒരു ഇതാണ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത്. മീൻസ്, മോഡ്സ് ആൻഡ് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ. 3 കാര്യങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ സെയിം കണ്ടന്റ് തന്നെ നമുക്ക് അടുത്ത ഒരു 3rd യൂണിറ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. സോ ഇതിനകത്ത് ജസ്റ്റ് എന്താണ് കാര്യം എന്നുള്ളത് മാത്രം മെൻഷൻ ചെയ്ത് പോവാം. സോ നമ്മൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഈ ഒരു മീൻസ് ഓഫ് പ്രൊഡക്ഷനെ നമുക്ക് ക്ലാസിഫൈ ചെയ്ത് മാറ്റാം എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് വരുന്ന കണ്ടന്റുകളാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷനും അതുപോലെ തന്നെ റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷനും എന്ന് പറയുന്നത്. ആൻഡ് ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് പ്രൊഡക്ഷനെ ഇദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് വാട്ട് ഇസ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻസ്. അപ്പോൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് മീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്. നമുക്കൊരു പ്രൊഡക്ഷൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസിനെയാണ് പൊതുവേ നമ്മൾ മീൻസ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വസ്തുവിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊരു മീൻസ് ഉണ്ടാവണമല്ലോ. അത് തന്നെയാണ് എക്സാക്ട്ലി നമ്മുടെ മാർക്സും ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് റോ മെറ്റീരിയൽസ് ഇൻക്ലൂഡിങ് ലാൻഡ് ആവാം. ഇപ്പോൾ ചിലരുടെ കയ്യിൽ ഉണ്ടാവുന്നത് ലാൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലരുടെ കയ്യിൽ എന്തായിരിക്കും മറ്റ് റോ മെറ്റീരിയൽസ്. ഇപ്പോൾ നമ്മൾ വിയർ ചെയ്യുന്ന ഡ്രസ്സ് പോലും ഉണ്ടാക്കിയെടുക്കുന്നത് പ്യുവർ ആയിട്ട് ഈ ഫോമിൽ നിന്നും അല്ല. അതിന് പല റോ മെറ്റീരിയൽസിനെ നമ്മൾ പല പ്രോസസ്സുകളിലൂടെ കടത്തിവിട്ടതിന് ശേഷമാണ് ഒരു എക്സാക്ട് പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ അതിനെല്ലാത്തിനും ആവശ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ വരുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനൊരു സബ്സിസ്റ്റൻസ് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ മീൻസിലൂടെ കടന്നു പോകണം, അല്ലെങ്കിൽ ഏതൊക്കെ വസ്തുക്കളാണ് നമുക്ക് ആവശ്യം എന്നിങ്ങനെയുള്ള ഒരു കണ്ടന്റ് പറയുന്നതാണ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ മീൻസ് ഓഫ് പ്രൊഡക്ഷനിൽ കാൾ മാർക്സ് സ്ട്രെസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും അദ്ദേഹം പറയുന്ന ക്ലാസ് ഡിവിഷനെ കുറിച്ചാണ്. മീൻസ് നമ്മുടെ ആദ്യ കാലങ്ങളിൽ നമുക്കറിയുന്ന ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി ആയിരുന്നു എന്നൊക്കെയുള്ള ഒരു കണ്ടന്റ് ആണ് അദ്ദേഹം പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് 2 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിരുന്നു. ചിലരുടെ കയ്യിൽ ഇത്തരത്തിലുള്ള മീൻസ് ഓഫ് പ്രൊഡക്ഷൻസ് ഉണ്ട്, എന്നാൽ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയില്ല. എന്നാൽ ചിലർക്കാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കാനുള്ള എബിലിറ്റീസ് ഉണ്ട്, പക്ഷെ അവരുടെ കയ്യിൽ സാധനങ്ങളില്ല. ഇങ്ങനെ 2 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരുന്നു അന്ന് എക്സിസ്റ്റ് ചെയ്തിരുന്നത് എന്നാണ് കാൾ മാർക്സ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവിടെ ക്ലാസ് സൊസൈറ്റീസിൽ, അല്ലെങ്കിൽ ഒരു ക്ലാസ്ലെസ് സൊസൈറ്റിയിൽ നിന്നും മാറിയിട്ട് ഒരു ക്ലാസ് സൊസൈറ്റി ആയിട്ട് നമ്മുടെ ഈ ഒരു സമൂഹം മാറുന്നത് എന്നൊരു കണ്ടന്റ് ആണ് കാൾ മാർക്സ് അതിനകത്തൂടെ പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളത്. മീൻസ് എന്ന് പറയുമ്പോൾ സിംപ്ലി മീൻസ്, ഒരു വസ്തു നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസിനെയാണ് നമ്മൾ മീൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിൽ എന്തൊക്കെ വരാമെന്ന് പറഞ്ഞു. ലാൻഡ് വരാം, അല്ലെങ്കിൽ മെഷീനറീസ് വരാം, ഇങ്ങനെയുള്ള എല്ലാം വരാം. സോ കാൾ മാർക്സ് അതിൽ സ്ട്രെസ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ചിലരുടെ കയ്യിൽ ഈ മെറ്റീരിയൽ ഗുഡ്സ്, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഉണ്ട്, ചിലരുടെ കയ്യിൽ അതിനുള്ള എബിലിറ്റി ഉണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഒരു പ്രോഡക്റ്റ് എക്കണോമിക് വാല്യൂ ഉള്ള ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു കണ്ടന്റ് ആണ് അതിനകത്ത് മാർക്സ് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, ചില പ്രോഡക്റ്റ് റോ മെറ്റീരിയൽസ് ഉള്ളവരും ഉണ്ട്, എന്നാൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇവർക്ക് 2 പേർക്കും ഇടയിൽ വരുന്ന ഒരു റിലേഷനെയാണ് നമ്മൾ റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഓണേഴ്സിനും ലേബേഴ്സിനും ഇടയിൽ വരുന്ന റിലേഷൻസിനെയാണ് നമ്മൾ റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഓണർ സബോർഡിനേറ്റ് റിലേഷൻ മാത്രമായിരിക്കില്ല വരുന്നത്, ബിറ്റ്വീൻ വർക്കേഴ്സിനിടയിൽ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ അതോറിറ്റിയും അവരും തമ്മിലുള്ള, വർക്കേഴ്സും തമ്മിലുള്ള റിലേഷൻസ് ആയിരിക്കാം. ഇതെല്ലാം ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള രീതിയിലൂടെ എക്സിസ്റ്റ് ചെയ്ത് പോയാൽ മാത്രമേ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു എക്കണോമിക് പ്രോഡക്റ്റിന് അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടാവുകയുള്ളൂ എന്നൊരു കൺസെപ്റ്റാണ് കാൾ മാർക്സിന് ഉണ്ടായിരുന്നത്. സോ അത് റിലേഷൻസ് എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി അവർ സ്ട്രെസ് ചെയ്യുന്നത് അതിനകത്തുള്ള സോഷ്യൽ റിലേഷൻസിനെയാണ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് മനുഷ്യർ തമ്മിൽ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഒരു മനുഷ്യർ തമ്മിൽ ഇൻവോൾവ് ആവുന്ന റിലേഷൻസ് എത്രത്തോളമാണ് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് അതിൻ്റെ നെഗറ്റീവ്സും ഇതൊക്കെ നമുക്ക് അടുത്ത വരുന്ന യൂണിറ്റുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഇപ്പം എന്താണ് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻസ് എന്ന് മാത്രം മനസ്സിലായാൽ മതി. സോഷ്യൽ റിലേഷൻസിനെയാണ് അത് ഹൈലൈറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ഓർഗനൈസേഷൻ, ഒരു പ്രോഡക്റ്റ് നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവിടെ ഉണ്ടായിരിക്കും. ചിലരുടെ കയ്യിൽ നമ്മൾ നേരത്തെ പറഞ്ഞു റോ മെറ്റീരിയൽസ് ഉള്ളവരായിരിക്കും, ചിലരെന്ന് പറയുന്നത് വർക്കേഴ്സ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വർക്കേഴ്സും ഓണറും തമ്മിലുള്ള റിലേഷൻ, അല്ലെങ്കിൽ പരസ്പരം തമ്മിലുള്ള വർക്കേഴ്സ്, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷൻ എടുത്താലും നമുക്കറിയാം അവിടുത്തെ വർക്കേഴ്സ് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായിരിക്കും.
അല്ലെ, ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പം എന്താണ് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മാത്രം വർക്ക് ചെയ്തതുകൊണ്ട് മാത്രം ഒരു പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ എത്തണം എന്നില്ല. ഫോർ ഇൻസ്റ്റൻസ് നമുക്ക് ന്യൂസ് പേപ്പേഴ്സിനെ തന്നെ കൺസിഡർ ചെയ്യാം. അവിടെ എന്താണ് ഒരുപാട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ എഫേർട്ടാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ഓരോ ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. അവിടെ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടായിരിക്കണം, എഡിറ്റ് ചെയ്യാനായിട്ട് ആളുണ്ടായിരിക്കണം, ഫോട്ടോഗ്രാഫിക്ക് ആളുണ്ട്, കാർട്ടൂൺ ചെയ്യുന്നതിന്, പ്രിന്റ് ചെയ്യുന്നതിനും ഒക്കെ എന്താണ് ഒരുപാട് ആൾക്കാർ ചേർന്നിട്ടാണ് അവിടെ ഓരോ വർക്കും ചെയ്യുന്നത്. സോ അതുപോലെ തന്നെയാണ് പറയുന്നത് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തിരുന്നാലും. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ ആരെങ്കിലും ഒരാൾ ഈ വർക്ക് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ വർക്ക് ഒരിക്കലും ഫ്രൂട്ട്ഫുൾ ആവില്ല, അല്ലെങ്കിൽ അതെന്താണ് എക്സാക്റ്റ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് വരില്ല. അങ്ങനെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓരോ ഓർഗനൈസേഷനിലും ആൾക്കാർ തമ്മിൽ, അവിടെ വർക്ക് ചെയ്യുന്ന ലേബേഴ്സ് തമ്മിലുള്ളൊരു കണക്ഷൻ, ഒരു സോഷ്യൽ റിലേഷൻസിനെയാണ് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷനിൽ പറയുന്നത്. ഇനി അടുത്ത് വരുന്ന ഒരു ടേം ആണ് ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷനിൽ പ്രധാനമായിട്ടും വരുന്നത് മീൻസ് ആണ്, അതുപോലെ തന്നെ ലേബർ പവർ. ഈ രണ്ടും സംഭവങ്ങളും കൂടി ചേരുന്നതിനെയാണ് നമ്മുടെ ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിൽ ഒരു മീൻസ് ഉണ്ടായിരിക്കും, എങ്ങനെയാണ് നമ്മൾ ഒരു വസ്തുവിനെ പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നത്. അവിടെ എന്ത് വേണം? റോ മെറ്റീരിയൽസും വേണം, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഈ ഒരു ലേബർ പവറും കൂടി ചേരണം. ഇതിന് രണ്ടിനെയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഏതെല്ലാം രീതിയിലൂടെ ഒരു വസ്തു നിർമ്മിച്ച് മാർക്കറ്റിൽ എത്തിക്കുന്നത്, അതിനെയാണ് ഫോഴ്സസ്. എന്തൊക്കെ എഫേർട്ടുകളാണ് അതിനകത്ത് വേണ്ടുന്നത്? ഒരു ലേബർ മാത്രം അല്ലെങ്കിൽ ഒരു തൊഴിലാളി മാത്രം ഇരുന്നത് കൊണ്ട് ഒരു വസ്തു എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെ റോ മെറ്റീരിയൽസ് വേണം. അപ്പോൾ ഈ മീൻസ് ഓഫ് പ്രൊഡക്ഷനും അതുപോലെ നമ്മുടെ ഈ ഒരു ലേബർ പവറും കൂടി ചേരുന്നതിനെയാണ് നമ്മൾ ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു വസ്തു പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുന്നത്, അതിനെയാണ് ഫോഴ്സസ് എന്ന് പറയുന്നത്. സോ അതിനകത്ത് എന്തൊക്കെ വരാം? നമ്മൾ യൂസ് ചെയ്യുന്ന എന്തൊക്കെ എക്യുപ്മെന്റ്സ് എന്താണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് വരാം, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഗുഡ്സ് എങ്ങനെയുള്ളതാണ്, ടൂൾസ്, മെഷീനറീസ്, ഇതെല്ലാം നമുക്ക് ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷന്റെ കീഴിൽ കൊണ്ടുവരാവുന്ന കാര്യങ്ങളാണ്. ദെൻ ഈ ഓരോ കാലഘട്ടത്തിലും വരുമ്പോഴും നമുക്കറിയാം ഈ മെഷീനറി പ്രോസസ്സുകളിൽ വ്യത്യാസം വരും. പണ്ട് പ്രൊഡ്യൂസ് ചെയ്തിരുന്ന രീതിയിലല്ല ഇപ്പോൾ ചെയ്യുന്നത്, അല്ലേ? ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്താണ് മെഷീൻസ് ആയിക്കോട്ടെ, എല്ലാം കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആണ്. നമുക്കറിയാം പണ്ട് ടൈപ്പ് റൈറ്റേഴ്സ് യൂസ് ചെയ്തെങ്കിൽ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഇതാണ്. അപ്പോൾ ഓരോ കാലഘട്ടം കഴിയും തോറും എന്താണ് നമുക്ക് ചേഞ്ചസ് ഉണ്ടാവും, ഡെവലപ്മെന്റ്സ് വരും. അപ്പോൾ ആ ഡെവലപ്മെന്റ്സ് വരുന്നതിനനുസരിച്ച് ലേബർ പവറിലും വ്യത്യാസം വരുന്നുണ്ട്. അതായത് ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സബ്ജക്ട് ടു ചേഞ്ച് എന്നാണ് പറയുന്നത്. ഇത് മാറ്റങ്ങൾ ഈ ഒരു മേഖലയിൽ വന്നുകൊണ്ടേയിരിക്കും. അതായത് ഡിഫറെൻറ്റ് ആയിട്ടുള്ള ടൂൾസ്, അപ്ഡേറ്റഡ് ടൂൾസ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അത് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ജോലിക്കാരെയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ എന്താണ് ഈ ഒരു ലേബർ പവർ, അതുപോലെ തന്നെ നമ്മൾ അതിനകത്ത് ഇടുന്ന എഫേർട്ട്, പണ്ട് കാലങ്ങളിൽ ചെയ്ത പോലെയുള്ള ഒരു ഭയങ്കര എഫേർട്ടുള്ള പണിയൊന്നും ഇന്നിപ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരില്ല. കാര്യം മെഷീൻസ് ഒക്കെ കുറച്ചും കൂടി എന്താണ് ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതനുസരിച്ച് ലേബർ പവർ കുറയും. എന്നാൽ എന്ത് ചെയ്യണം? മനുഷ്യൻ്റെ ഇൻ്റലിജൻസ് അവിടെ പ്രവർത്തിക്കണം. അപ്പോൾ എന്താണ് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഏതൊരു വസ്തുവും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ലേബറിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഒരു തൊഴിലാളിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ എന്താണ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. സോ അതിനെ രണ്ടിനെയോട് ചേർത്തിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഒരു വസ്തു എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുന്നു, അതിന് എന്തൊക്കെ ആവശ്യമാണ്, അതിനെയാണ് ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കാൾ മാർക്സിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഒരു കൺസെപ്റ്റ് ആണ് ക്ലാസ് റിലേഷൻസ് ആൻഡ് സബോർഡിനേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഒരു നമ്മൾ ഒരുപാട് കഴിഞ്ഞ കുറേ വീഡിയോസിൽ പറയുന്നുണ്ട് ക്ലാസ്. അപ്പോൾ എന്താണ് കാൾ മാർക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലാസ് എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ആ ക്ലാസ്സുകൾ ഏതൊക്കെയാണ്? ഡിഫറെൻറ്റ് ക്ലാസ്സസ് എന്ന് പറയുന്നത്, സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഡിഫറെൻറ്റ് ക്ലാസ്സസ് എന്തൊക്കെയാണ്, അവർ തമ്മിലുള്ള റിലേഷൻസും ഇതൊരു സബോർഡിനേഷൻ ആയിട്ട് മാറുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റാണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു പ്രിമിറ്റീവ് സൊസൈറ്റി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതൊരു ക്ലാസ്ലെസ് സൊസൈറ്റി ആയിരുന്നു, അല്ലേ? മനുഷ്യർ ഒരു ഗ്രൂപ്പായിട്ട് ജീവിക്കുന്നു, ഒരു ഹണ്ടേഴ്സും ഗ്യാദറേഴ്സും ഒക്കെയാണ് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് വാണ്ടർ ചെയ്ത് പോയി എന്താണ് വേട്ടയാടിയൊക്കെ കഴിച്ച് ഒരു കളക്റ്റീവായിട്ടാണ് മനുഷ്യർ ജീവിച്ചിരുന്നത്. അവിടെ അവർക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പം എല്ലാവരും എന്താണ്, എല്ലാവരുടെയും ഒരു കോമൺ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് അവരുടെ സബ്സിസ്റ്റൻസ് അഥവാ നിലനിൽപ്പ് തന്നെയാണ്. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? വേട്ടയാടുന്നു, അല്ലെങ്കിൽ മൃഗങ്ങളെ ടാൻ ചെയ്യുന്നു, അങ്ങനെ ജീവിക്കുന്നു. ആ ഒരു രീതിയിലായിരുന്നു അവർ എന്ത് ചെയ്തിരുന്നത്? പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു കാസ്റ്റ് എന്നോ അല്ലെങ്കിൽ റിലീജിയൻ എന്നോ ലേബർ എന്നോ അങ്ങനെയുള്ള ഒരു ക്ലാസിഫിക്കേഷൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ എപ്പോഴാണ് ഈ ക്ലാസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് പ്രോപ്പർട്ടീസ് ഏൺ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അതിനകത്ത് എന്താണ് നമ്മൾ ഒരു ക്ലാസ് എന്നുള്ള ഒരു സിസ്റ്റം ആദ്യമായിട്ട് വരുന്നത് എന്നാണ് മാർക്സിന്റെ അഭിപ്രായം. അതായത് ഓരോ വ്യക്തികളും പ്രോപ്പർട്ടീസ് ഓൺ ചെയ്യും. നമുക്കറിയാം ഇവല്യൂഷൻ ഹിസ്റ്ററി, മാൻ്റെ ഇവല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഒരു ഏജ് ഒക്കെ കഴിയുമ്പോൾ, നമ്മുടെ ഒരു ചാൽക്കോലിത്തിക് ഏജ് ഒക്കെ എത്തിക്കഴിയുമ്പോൾ തന്നെ മനുഷ്യർ എന്ത് ചെയ്യാൻ തുടങ്ങും? സെറ്റിൽ ഡൗൺ ചെയ്യാനായിട്ട് തുടങ്ങും. ഓരോ നദികളുടെ തീരത്ത് നമുക്കറിയാം ഇൻഡസ് വാലി സിവിലൈസേഷനും മറ്റ് സിവിലൈസേഷനെ കുറിച്ച്
അപ്പോൾ അവർ സെറ്റിൽ ഡൗൺ ചെയ്യാനും അവിടെ എന്താണ് ജീവിക്കാനും കൃഷി ചെയ്യാനും അങ്ങനെ എങ്ങനെയൊക്കെ പതുക്കെ പതുക്കെ വന്നപ്പം ഇത്ര ഏരിയയിലുള്ള പ്രോപ്പർട്ടീസ് എന്താണ് ഇന്ന ആളിന് ഓൺ ചെയ്യുന്നു എന്നുള്ള ഒരു കണക്കിനൊക്കെ പോവുകയും റൂളിങ് പവർ കൂടിയ ആൾക്കാർ റൂൾ ചെയ്യാനും അല്ലാത്തൊരു സബോർഡിനേറ്റ് ആയിട്ട് മാറുന്നതായ സാഹചര്യമാണ് ഹ്യൂമൻ ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നിന്നും തന്നെയാണ് ആദ്യമായിട്ടൊരു ക്ലാസ് എന്ന ലെവലിലേക്ക് സൊസൈറ്റിയിൽ ഒരു ക്ലാസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് കാൾ മാർക്സിന്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴാണോ മനുഷ്യൻ പ്രോപ്പർട്ടീസ് ഏൺ ചെയ്യാൻ തുടങ്ങിയത് അവിടെ മുതൽ ആ പ്രോപ്പർട്ടീസിൽ അവർ ഓണർഷിപ്പ് കൊണ്ടുവരാൻ തുടങ്ങിയത് അന്ന് മുതൽ ക്ലാസ് റിലേഷൻസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി പ്രധാനമായിട്ടും ക്ലാസ്സസിന് 3 സോഴ്സസ് ഓഫ് ഇൻകം ആണ് പറയുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ഓണേഴ്സ് ഓഫ് സിമ്പിൾ ലേബർ പവർ ഓർ ലേബേഴ്സ് ഹൂസ് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഇസ് ലേബർ. തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് അന്നന്ന് ജോലിക്ക് പോയി കിട്ടുന്ന വരുമാനമായിരിക്കും. അല്ലാതെ അവർക്ക് എന്ത് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് പ്രോപ്പർട്ടി ഒന്നും അവർ ഏൺ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്യാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഉള്ളവരായിരിക്കില്ല. തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു, ലേബർസോ അവർ ചെയ്യുന്ന തൊഴിലിൽ നിന്ന് കിട്ടുന്ന അവരുടെ വേജസ്, ആ ഒരു വേതനം കൊണ്ട് മാത്രം നിലനിന്ന് പോകുന്നവരായിരിക്കും ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേതാണ് ഓണേഴ്സ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് എന്താണ്, ക്യാപിറ്റൽ റിസോഴ്സസ്, ഈ ലേബേഴ്സിനെ എല്ലാവർക്കും ജോലി കൊടുക്കുന്ന ക്യാപിറ്റലിസ്റ്റുകൾ അല്ലെങ്കിൽ എന്താണ് വലിയ മുതലാളി വർഗ്ഗങ്ങൾ എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ സോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് ലാൻഡ് ഓണേഴ്സ് ആണ്, ഹു ഓൺസ് ലാൻഡ്. അപ്പം എന്താണ്, ചിലർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു മീൻസ് ഓഫ് പ്രൊഡക്ഷൻസ് പറഞ്ഞപ്പോഴേ പറഞ്ഞു ചിലരുടെ കയ്യിൽ എന്തുണ്ടായിരിക്കും, റോ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും, അവർക്ക് ജോലി ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ അതുപോലെ വരുന്നതാണ് ലാൻഡ് ഓണേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ കയ്യിൽ ലാൻഡ് ഉണ്ട്, പകരം അവർ എന്ത് ചെയ്യും, മറ്റുള്ളവരെ കൊണ്ട് അതിൽ കൃഷി ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ ജോലി ചെയ്യിപ്പിക്കുകയോ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ കൊണ്ട് ജീവിക്കുന്നവരായിരിക്കും ഒരു ഗ്രൂപ്പ്. അപ്പോൾ ഈ ക്ലാസ്സിൽ 3 സോഴ്സസ് ഓഫ് ഇൻകംസ് ആണ് പറയുന്നത്. ആ 3 നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്നാമത്തേന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ലേബർ സോഴ്സ്, അതായത് അവർ ചെയ്യുന്ന ജോലി അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ. രണ്ടാമത്തെന്ന് പറയുമ്പോൾ ക്യാപിറ്റലിസ്റ്റുകളായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ക്യാപിറ്റൽ സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് കയ്യിൽ വെച്ചിരിക്കുന്ന ആൾക്കാർ, മുതലാളി വർഗ്ഗങ്ങൾ എന്ന് പറയാം. ആൻഡ് മൂന്നാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് ലാൻഡ് ഓണേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ കയ്യിൽ ഭൂമിയുണ്ട്, ആ ഭൂമി എന്ത് ചെയ്യുന്നു, അവർ തൊഴിലാളികൾക്ക് കൊടുക്കുന്നു, അതിൽ നിന്ന് കിട്ടുന്ന ടാക്സ് അഥവാ പാട്ടത്തിലൂടെ അവരെന്ത് ചെയ്യുന്നു, ജീവിക്കുന്നു. ഇങ്ങനെ 3 സോഴ്സസ് ആണ് പറയുന്നത്. ഇവിടെ തന്നെയാണ് കാൾ മാർക്സ് ഹാവ്സിനെ കുറിച്ചും ഹാവ് നോട്ട്സിനെ കുറിച്ചും പറയുന്നത്. അതായത് ഉള്ളവനും ഇല്ലാത്തവനും, പ്രൊലിറ്ററേറ്റും ബൂർഷ്വാസീസും എന്ന് പറയുന്ന 2 ക്ലാസ്സിനെ കുറിച്ച് കാൾ മാർക്സ് ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്കറിയാം, നേരത്തെ നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു ആരാണ് ബൂർഷ്വാസീസ്, ആരാണ് പ്രൊലിറ്ററേറ്റ്സ് എന്ന് പറഞ്ഞു. ബൂർഷ്വാസീസ് എന്ന് പറഞ്ഞാൽ മുതലാളി വർഗ്ഗത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതായത് എന്താണ്, നമ്മുടെ ഈ ഒരു തൊഴിലാളികളെ സപ്രസ് ചെയ്ത് അല്ലെങ്കിൽ അടിച്ചമർത്തി അവരുടെ ലേബർ പവറിൽ നിന്നും ജീവിക്കുന്ന ആൾക്കാരാണ് ബൂർഷ്വാസീസ് എന്ന് പറയുന്നത്. അവരാണ് ഹാവ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഹാവ് നോട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും തൊഴിലാളികളാണ്, ഇല്ലാത്തവരാണ്. അതായത് ക്യാപിറ്റലിസ്റ്റുകളെ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ കിട്ടുന്ന വേജസ് കൊണ്ട് മാത്രം എക്സിസ്റ്റ് ചെയ്തു പോകുന്ന മനുഷ്യർ, സബ്സിസ്റ്റൻസിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹാവ് നോട്ട്സ് എന്ന് പറയുന്നത്. അതായത് ക്യാപിറ്റൽ ഗുഡ്സ് ഓൺ ചെയ്യുന്നവരും ഓൺ ചെയ്യാത്തവരും എന്നുള്ളൊരു കാഴ്ചപ്പാട്. ഇനി അതിനകത്ത് അദ്ദേഹം പറയുന്ന ക്ലാസ് റിലേഷൻസ് ആൻഡ് സബോർഡിനേഷനിൽ പറയുന്ന രണ്ടാമത്തെ കാര്യമാണ് ക്ലാസ് ഇൻ ഇറ്റ് സെൽഫ് ആൻഡ് ക്ലാസ് ഫോർ ഇറ്റ് സെൽഫ് എന്ന് പറയുന്നത്. അപ്പം ക്ലാസ് ഇൻ ഇറ്റ് സെൽഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു കോമൺ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സെയിം റിലേഷൻഷിപ്പ് ഷെയർ ചെയ്യുന്ന ആൾക്കാർ. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ, അപ്പോൾ അതിലെന്താണ്, ഒരേ തൊഴിൽ ചെയ്യുന്ന ആൾക്കാർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും, ഒരു ബോണ്ടിങ് ഉണ്ടായിരിക്കും. അതാണ് എന്തെന്ന് പറയുന്നത്, ക്ലാസ് ഇൻ ഇറ്റ് സെൽഫ് എന്ന് പറയുന്നത്. ഇനി ക്ലാസ് ഫോർ ഇറ്റ് സെൽഫ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, അവരുടെ കറണ്ട് സിറ്റുവേഷൻസിനെ കുറിച്ച് അവർ മനസ്സിലാക്കുകയും ഇത് ഇങ്ങനെയല്ല വേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ തൊഴിലാളികൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തൊഴിലിനുള്ള വേതനം ഇങ്ങനെയല്ല, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ല ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് ഈ ആൾക്കാർ മനസ്സിലാക്കുകയും ഒരു റെവല്യൂഷണറി ആയിട്ട് മാറി എന്താണ് വരുന്നതുമായ ആൾക്കാരാണ് ക്ലാസ് ഫോർ ഇറ്റ് സെൽഫ്. അതായത് ക്ലാസ്സിന് വേണ്ടി തന്നെ നിലകൊള്ളുന്നവർ, അവരുടെ സാഹചര്യങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനൊരു അപ്ഡേഷൻ വരുന്നതിന് വേണ്ടിയിട്ട്, അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ട്രൈവ് ചെയ്യുന്നവരെയാണ് ക്ലാസ് ഫോർ ഇറ്റ് സെൽഫ് എന്ന് പറയുന്നത്. ക്ലാസ് ഇൻ ഇറ്റ് സെൽഫ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിരിക്കും, അവരൊരു കോമൺ റിലേഷൻസ് ഷെയർ ചെയ്യുന്നു. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ തന്നെ വർക്ക് ചെയ്യുന്ന പല പല ആൾക്കാർ തമ്മിലുള്ള ഒരു റിലേഷനാണ് ക്ലാസ് ഇൻ ഇറ്റ് സെൽഫ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരേ ജോലി ചെയ്യുന്ന ആൾക്കാർ. ഇനി ക്ലാസ് ഫോർ ഇറ്റ് സെൽഫ് ആണെങ്കിൽ അവരുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കുകയും ഒരു റവല്യൂഷണറി മൂവ്മെന്റ് കൊണ്ടുവരുന്നത്, അതായത് ക്ലാസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ് ക്ലാസ് ഫോർ ഇറ്റ് സെൽഫ് എന്ന് പറയുന്നത്. ദെൻ മാർക്സ് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ആന്റഗണിസ്റ്റിക് ക്ലാസ്സിനെയാണ് പറയുന്നത്
അതിൽ അദ്ദേഹം പിന്നെ പറയുന്നതാണ് മാസ്റ്റേഴ്സിനെ കുറിച്ച്, സ്ലേവ്സിനെ കുറിച്ച്, ഏൻഷ്യൻ സൊസൈറ്റി, ലോർഡ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് കൺസെപ്റ്റുകളെ കുറിച്ച് അദ്ദേഹം അതിനകത്ത് ഡീൽ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എക്സ്പ്ലോയിറ്റേഷൻ ആണ് ഒരു എന്താണ് ഇതിലേക്ക് ലീഡ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം ഒരു പ്രിമിറ്റീവ് സൊസൈറ്റി മുതൽ നമ്മൾ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ആണ് പറയുന്നത്. അതിൽ തന്നെ ഏഷ്യാറ്റിക് എന്നും പ്രിമിറ്റീവ് എന്നും ഒക്കെ ഉള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ അതിൽ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രിമിറ്റീവ് സൊസൈറ്റീസിലേക്ക് പറയുമ്പോഴത്തേക്കും അവിടെ ഒരു ക്ലാസ്ലെസ് സൊസൈറ്റിയാണ്, കമ്മ്യൂണലിസം ആണ് അതിനകത്ത് നടക്കുന്നത്. എന്നാൽ കുറച്ചും കൂടി വരുമ്പോഴത്തേക്ക് എന്താണ് ഒരു ഫ്യൂഡൽ സിസ്റ്റം വരുന്നു, അല്ലെങ്കിൽ ഒരു മാടമ്പിത്വ സ്വഭാവമുള്ള ആ ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷൻ വരുന്നുണ്ട്. പിന്നെ എന്താണ് കമ്മ്യൂണിസം ആയിട്ട് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് ആണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. എവിടെ നിന്നാണോ മനുഷ്യൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി ആയിട്ട് നിന്നത് അതിലേക്ക് തന്നെ മനുഷ്യൻ എന്താണ് പല റെവല്യൂഷനുകളിലൂടെ എത്തിച്ചേരും. ഒരു ക്ലാസ് സൊസൈറ്റിയിൽ ഒരു ക്ലാസ്സും എക്സിസ്റ്റ് ചെയ്യാത്തൊരു ലെവലിലേക്ക് മനുഷ്യൻ എത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിനെ കുറിച്ചും അവരുടെ സബോർഡിനേഷൻസും ഡീറ്റെയിൽഡ് ചെയ്യുന്നൊരു കോണ്ടെക്സ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്. സോ അത്രയാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ് സബോർഡിനേഷനകത്ത് പറയുന്നത്. ഒന്നുകൂടി ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണത്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിമിറ്റീവ് സൊസൈറ്റി ക്ലാസ്ലെസ് സൊസൈറ്റി ആയിരുന്നു നമുക്കറിയാം. അപ്പോൾ ആ ഒരു ക്ലാസ്ലെസ് സൊസൈറ്റിയിൽ നിന്നും മനുഷ്യൻ എന്ത് ചെയ്യാൻ തുടങ്ങി, പ്രോപ്പർട്ടീസ് ഓൺ ചെയ്യാനായിട്ട് തുടങ്ങി. അതിലൂടെയാണ് ക്ലാസ് വരുന്നത്. ഉള്ളവനെന്നും ഇല്ലാത്തവനും ഒന്ന് വേർതിരിവ് അവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ പറഞ്ഞു. ആൻഡ് അതുപോലെ തന്നെ ക്ലാസ്സസിന് 3 സോഴ്സസ് ഓഫ് ഇൻകം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ക്ലാസ്സുകളെ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നവർ, തൊഴിലാളികൾ. 2 ക്യാപിറ്റലിസ്റ്റുകളാണ്. അതായത് അവരുടെ ക്യാപിറ്റൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ക്യാപിറ്റലിസം വഴി മുതലാളിത്തത്തിലൂടെ അവരവരുടെ എന്താണ് ജീവിതം, അതായത് തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്നു, അവർ ചെയ്യുന്ന അവരുടെ ലേബർ പവറിനെ ഓൺ ചെയ്ത് ജീവിക്കുന്നവരാണ് ക്യാപിറ്റലിസ്റ്റുകൾ എന്ന് പറയുന്നത്. ആൻഡ് മൂന്നാമത്തെ ക്ലാസ് എന്ന് പറയുന്നത് ലാൻഡ് ലോർഡ്സ് ആണ്. അങ്ങനെ 3 ക്ലാസ്സുകൾ വരുന്നത്, അല്ലെങ്കിൽ 3 സോഴ്സസ് ഓഫ് ഇൻകം ആണ് ഈ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം പറഞ്ഞത് ഹാവ്സിനെ കുറിച്ചും ഹാവ് നോട്ട്സിനെ കുറിച്ചുമാണ്. ഉള്ളവനും ഇല്ലാത്തവനും, പ്രൊലിട്രേറ്റും, ബൂർഷ്വാസീസ് എന്നുള്ള ഒരു വാല്യൂ. ബൂർഷ്വാസീസ് എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റുകളെയാണ് ഉദ്ദേശിക്കുന്നത്, പ്രൊലിട്രേറ്റ് എന്ന് പറയുന്നത് ലേബേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ അതുപോലെ അദ്ദേഹം സംസാരിച്ച മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ക്ലാസ് ഇൻ ഇറ്റ് സെൽഫ് ആൻഡ് ക്ലാസ് ഫോർ ഇറ്റ് സെൽഫ് എന്ന് പറയുന്നത്. ക്ലാസ് ഇൻ ഇറ്റ് സെൽഫ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേബേഴ്സ് തമ്മിലുള്ള ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ലേബേഴ്സ് തമ്മിലുള്ള റിലേഷൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അതിനുശേഷം പിന്നെ ക്ലാസ് ഫോർ ഇറ്റ് സെൽഫ് എന്ന് പറയുമ്പോൾ ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഈ ഒരേ ക്ലാസ്സിൽ പെടുന്ന ആൾക്കാർ തന്നെ അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന എക്സ്പ്ലോയിറ്റേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു റെവല്യൂഷണറി ഇവല്യൂഷൻ കൊണ്ടുവരുന്നവരെയാണ് ക്ലാസ് ഫോർ ഇറ്റ് സെൽഫ് എന്ന് പറയുന്നത്. ആൻഡ് ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻസിനെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ പ്രിമിറ്റീവ് സൊസൈറ്റിയിൽ ക്ലാസ്ലെസ് സൊസൈറ്റി ആയിരുന്നു. പിന്നെ എന്താണ് ഫ്യൂഡൽ സിസ്റ്റം വന്നു, സ്ലേവ് സിസ്റ്റം വന്നു, അല്ലെ, അതായത് ഉള്ളവ എന്താണ് കുറച്ച് പൈസയുള്ള ആൾക്കാർ മനുഷ്യനെ തന്നെ അടിമകളാക്കി വെച്ചിരുന്ന് ജോലി ചെയ്യിപ്പിച്ച് അവരുടെ എന്താണ് പവർ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ കാലഘട്ടം കഴിഞ്ഞ് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ, ലേബേഴ്സ് ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ അനുഭവിച്ച് അവസാനം പ്രിമിറ്റീവ് സൊസൈറ്റിയിൽ ഉള്ളതുപോലെ തന്നെ കമ്മ്യൂണിസത്തിലേക്ക് വീണ്ടും മാറും, അതായത് ഒരു ക്ലാസ്ലെസ് സൊസൈറ്റിയിലേക്ക് എത്തും എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് ആണ് ഇതിനകത്തുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കാൾ മാർക്സിന്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് തിയറി ഓഫ് ഏലിനേഷൻ എന്ന് പറയുന്നത്. സോ ഏലിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് അന്യവൽക്കരണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ക്യാപിറ്റലിസത്തിൽ ഈ ഏലിനേഷൻ സംഭവിക്കുന്നത് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഏലിനേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കൺസെപ്റ്റുകളാണ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഡീൽ ചെയ്യാനായിട്ടുള്ളത്. സോ ഈ ഒരു ഏലിനേഷനെ കുറിച്ച് കാൾ മാർക്സ് 1844 അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, എക്കണോമിക് ആൻഡ് ഫിലോസഫിക്കൽ മാനുസ്ക്രിപ്റ്റ്സ് എന്നാണ് പറയുന്നത്. അതിനകത്താണ് ഏലിനേഷനെ കുറിച്ച് അദ്ദേഹം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഈ ഏലിനേഷൻ എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു സാധനമാണ് ഏലിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അന്യവൽക്കരണപ്പെടുന്നു, അപ്പോൾ ലേബേഴ്സ് ആ ക്യാപിറ്റലിസത്തിൽ നിന്നും എങ്ങനെയാണ് അന്യരായി തീരുന്നത് അല്ലെങ്കിൽ അവിടെ അവർക്ക് റോൾ ഇല്ലാതാവുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം അതിനകത്ത് കൂടുതലായിട്ടും സ്പെസിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ആൻഡ് ഈ ഒരു എക്കണോമിക് സിസ്റ്റം, ഈ ഒരു ക്യാപിറ്റലിസത്തിൻ്റെ എക്കണോമിക് സിസ്റ്റത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരെ ഡീഹ്യൂമനൈസ് ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. അതായത് എന്താണ് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ തൊഴിലാളികളും അവിടെ കൊടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് എന്താണ് എപ്പോഴും നള്ളായി മാറുന്നു, അല്ലെങ്കിൽ അവർക്ക് അതിനകത്ത് കൊടുക്കുന്ന എഫേർട്ടുകളെ തീരെ എന്താണ് ലഘൂകരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ക്യാപിറ്റലിസ്റ്റുകൾ അവരുടെ എന്താണ് ഡെവലപ്മെന്റിന് മാത്രം പ്രോമിനൻസ് കൊടുക്കുന്ന ഒരു രീതിയാണ് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ നടക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ വർക്കേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും എന്താണ് അവർക്ക് പലതരത്തിലുള്ള എന്താണ്
ഇമോഷണൽ ആയിക്കോട്ടെ അത്തരത്തിലുള്ള ഒരു സപ്പോർട്ടും ഇല്ലാതെ മനുഷ്യർ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ ലേബർ പവറിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ആ കോൺട്രിബ്യൂഷനിലൂടെ അവർ അന്നുള്ള ദിവസത്തെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഏൺ ചെയ്യുന്നു, ജീവിക്കുന്നു. ജസ്റ്റ് സബ്സിസ്റ്റൻസ് എന്നുള്ള നിലയിൽ മാത്രമായിട്ട് ആൾക്കാർ ഒതുങ്ങി പോകുന്നു. അതാണ് ഏലിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റൽ സൊസൈറ്റിയിൽ എപ്പോഴും ഇത് പ്രിവൈലിംഗ് ആണ്. അതായത് എന്താണ്, ഉള്ളവനും ഇല്ലാത്തവനും നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ക്ലാസ് റിലേഷനിലുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് പറയുന്നത്. ഇവരെപ്പോഴും അല്ലെങ്കിൽ ലേബേഴ്സ് എപ്പോഴും ക്യാപിറ്റലിസ്റ്റുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു എക്കണോമിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രം ജീവിക്കുന്നവരായിട്ട് മാറുന്നു. ഇനി പ്രധാനമായിട്ടും 4 ടൈപ്സ് ഓഫ് ഏലിനേഷനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാണ് ഏലിനേഷൻ ഫ്രം ഹിസ് പ്രോഡക്റ്റ് ആൻഡ് ഏലിനേഷൻ ഫ്രം ദ ആക്ട് ഓഫ് പ്രൊഡക്ഷൻ, ഏലിനേഷൻ ഫ്രം അതർ വർക്കേഴ്സ് ആൻഡ് ഏലിനേഷൻ ഫ്രം സ്പീഷീസ് എസൻസ്. ഇങ്ങനെ 4 ടൈപ്സ് ഓഫ് ഏലിനേഷനെ കുറിച്ചാണ് കാൾ മാർക്സ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഏലിനേഷൻ ഫ്രം ഹിസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു വ്യക്തി അവൻ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിൽ നിന്നും അന്യനായി തീരുന്നത് അല്ലെങ്കിൽ അന്യവൽക്കരിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് ഏലിനേഷൻ ഫ്രം ഹിസ് പ്രോഡക്റ്റ് എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഒരാൾ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത് ആർക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു 3/4 ഭാഗവും ലാഭം ചെന്ന് ചേരുന്നത് അവിടുത്തെ ക്യാപിറ്റലിസ്റ്റിനായിരിക്കും. അപ്പോൾ ഇയാൾക്ക് അല്ലെങ്കിൽ ജോലി ചെയ്ത് കൊടുക്കുന്ന ആളിന് അവിടെ പ്രത്യേകിച്ച് എന്താണ്, അയാൾ ഉണ്ടാക്കിയ എഫേർട്ടിനുള്ള വാല്യൂസ് പലപ്പോഴും കിട്ടാതെ പോകും. ആ പ്രോഡക്റ്റിൽ ആ ഒരു വർക്കറിന് യാതൊരു തരത്തിലുള്ള റോളും ഉണ്ടായിരിക്കില്ല. അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം അയാൾക്ക് വേണ്ടിയല്ല, ഇൻസ്റ്റഡ് അത് ക്യാപിറ്റലിസ്റ്റിന് വേണ്ടിയിട്ടാണ്. അതെന്ത് ചെയ്യുന്നു, അവരാണ് മാർക്കറ്റിൽ കൊണ്ടുപോയി സെയിൽ ചെയ്യുന്നത്, അതിൽ നിന്നും റവന്യൂ ഏൺ ചെയ്യുന്നതും. അതിൻ്റെ ഒരു ചെറിയ വിഹിതം മാത്രമാണ് ഈ ഒരു ലേബറിന് കിട്ടുന്നത്. അതാണ് ഏലിനേഷൻ ഫ്രം പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു പ്രോഡക്റ്റിൽ ലേബറിന് ഒരു റോളുമില്ല. അതായത് ആ വസ്തുവിനെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അതിന് എത്ര വിലയിടണം അല്ലെങ്കിൽ അത് എങ്ങനെ മാർക്കറ്റിൽ എത്തിക്കണം എന്നുള്ള ആ പ്രോഡക്റ്റിനെ സംബന്ധിച്ച് ഒരു കാര്യത്തിലും അഭിപ്രായം പറയാൻ അല്ലെങ്കിൽ അതിൽ യാതൊരു അവകാശവും നമ്മുടെ വർക്കറിന് ഉണ്ടാകുന്നില്ല. ഇൻസ്റ്റഡ് അതിനെ സംബന്ധിക്കുന്ന പ്രൊഡ്യൂസ് ചെയ്തവർക്ക് ഒരു പ്രോഡക്റ്റ് അതുപോലെ ആക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ലേബറിനുള്ളൂ. ബാക്കിയെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ക്യാപിറ്റലിസ്റ്റ് ആയിരിക്കും. ദെൻ രണ്ടാമത് വരുന്നതാണ് ഏലിനേഷൻ ഫ്രം ദ ആക്ട് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ അതിനകത്തിടുന്ന എഫേർട്ടിൽ നിന്നും ഒരു ഏലിനേഷൻ ഉണ്ടായിരിക്കും. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, മെക്കാനിക്കലാണ് എന്നാണ് പറയുന്നത്. അതായത് ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ കൂടുതലായിട്ട് മെക്കാനിക്കലാണ്. അവിടെ ഇമോഷണൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു മേ ബി ഇഷ്ടത്തോടെ ആയിരിക്കണം എന്നില്ല എന്ത് ചെയ്യുന്നത്, അതിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്നും ഉണ്ടാവുന്ന വർക്കറിന് ആ ഒരു പ്രോഡക്റ്റിനോട് യാതൊരു തരത്തിലുള്ള കൺസേണും ഒരു പക്ഷേ ഉണ്ടാവണമെന്ന് ഇല്ല. എന്താണ്, മനുഷ്യരുടെ ആവശ്യം എന്ന് പറയുന്നത് നിലനിൽപ്പ് മാത്രമാണ്. അപ്പോൾ അവരതിനു വേണ്ടി എന്ത് ചെയ്യുന്നു, ജോലി ചെയ്യുന്നു. ഒരു ആക്ട് എന്ന നിലയിൽ മാത്രം വളരെ മെക്കാനിക്കായിട്ട് അവരെന്ത് ചെയ്യുന്നു, ആ ജോലി ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഡെഡിക്കേഷൻ അതിനകത്ത് അവർക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഏലിനേഷൻ ഫ്രം ദ ആക്ട് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു ചെയ്യുന്ന പ്രക്രിയയിലൊന്നും തന്നെ വർക്കറിന് പ്രത്യേകിച്ച് യാതൊരു ഇൻവോൾവ്മെന്റ് എന്നല്ല, അതിനകത്ത് എന്ത് ചെയ്യുന്നില്ല, അവർക്കൊരു അറ്റാച്ച്മെന്റ് പലപ്പോഴും വരണം എന്നില്ല. വളരെ മെഷീനറി ആയിട്ട് അവരെന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്ത് കൊടുക്കുന്നു. ആ ഒരു ഒരു സർവൈവലിന് വേണ്ടി മാത്രമാണ് അവരുടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് അവരുടെ ഒരു പാഷൻ എന്നോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഏത് ജോലിയും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു എന്നുള്ളൊരു നിലയിൽ ഒരു വർക്കർ വരണം എന്നില്ല. ചിലപ്പോൾ അയാൾക്ക് അത് ചെയ്യാൻ താല്പര്യമില്ലാതെയും നിലനിൽപ്പിന് വേണ്ടി മാത്രം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു ആക്ടിൽ അവർക്ക് റോളില്ല എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് അടുത്ത തേർഡ് ടൈപ്പ് ഓഫ് ഏലിനേഷൻ ആണ് ഏലിനേഷൻ ഫ്രം സ്പീഷീസ് എസൻസ് എന്ന് പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് അല്ലെങ്കിൽ ലേബേഴ്സിന് അവരുടെ സ്വന്തം ഐഡന്റിറ്റിയെ അല്ലെങ്കിൽ നമുക്കൊരു സെൽഫ് ഡെവലപ്മെന്റിനുള്ള ഓപ്പർച്യൂണിറ്റി ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷനിൽ നഷ്ടമാവുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ലേബർ പവർ എന്ത് ചെയ്യുന്നു, മാർക്കറ്റിൽ കൊണ്ടുപോയി വെറുതെ സെല്ല് ചെയ്യുന്നു എന്നുള്ളൊരിത് മാത്രമേ അതിനകത്തുള്ളൂ. അവിടെ സെൽഫ് ഡെവലപ്മെന്റുകൾക്ക് സ്ഥാനമില്ല എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കൊരു ഓരോ മനുഷ്യൻ്റെയും ഒരു ഇതെന്ന് പറയുന്നത് സെൽഫായിട്ട് അവർ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഒരു ഐഡന്റിറ്റിയെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷെ ഇവർക്ക് അതിനുള്ളൊരു അവസരം ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ക്യാപിറ്റലിസത്തിൽ നിന്നും വർക്കേഴ്സിന് ഉണ്ടാവുന്നില്ല. അത്തരം സ്പീഷീസ് എസൻസിൽ നിന്നും ഇവരെപ്പോഴും ഏലിനേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അടുത്ത് വരുന്നതാണ് ഏലിനേഷൻ ഫ്രം അതർ വർക്കേഴ്സ്, അതായത് കോ വർക്കേഴ്സിൽ നിന്നുമുള്ള ഏലിനേഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ അവർ ക്രിയേറ്റ് ചെയ്യുന്ന പരസ്പരം ഈ വർക്കേഴ്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്കൊരു ക്യാപിറ്റലിസത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഒരു കൺസ്ട്രക്റ്റീവ് സോഷ്യോ എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് കാണുന്നതിന് പകരം ഒരു കളക്റ്റീവ് കോമൺ എഫേർട്ട് ആയിട്ട് കാണുന്നതിന് പകരം പരസ്പരം മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. അതായത് പല ആൾക്കാരും പല ജോലിയായിരിക്കും ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സബോർഡിനേഷൻ ആൻഡ് സൂപ്പർ ഓർഡിനേഷൻ എന്ന് പറയുന്നത്. അതായത്
ചിലർക്ക് മേലെ ആയിരിക്കും, ചിലർക്ക് താഴെ ആയിരിക്കും. ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് പീപ്പിൾ ഒരു ഓർഗനൈസേഷനിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിൽ എന്തില്ല, ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻസ് പലപ്പോഴും ഉണ്ടാവണമെന്നില്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാസ്ക് ചെയ്യുന്നവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യുന്നു, മാറുന്നു. ഇതാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏലിനേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇപ്പം ഏലിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിൽ നിന്നും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് ഏലിനേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതായത് ലേബേഴ്സ്, തൊഴിലാളികൾ എപ്പോഴും എന്ത് ചെയ്യുന്നു, അന്യവൽക്കരിക്കപ്പെടുന്നു എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അതിൽ തന്നെ അദ്ദേഹം 4 ടൈപ്സിനെ കുറിച്ച് പറഞ്ഞു. അതിലൊന്നെന്ന് പറയുമ്പോൾ പ്രോഡക്റ്റിൽ നിന്നുള്ള ഏലിനേഷൻ. അതായത് നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നോ അതിനകത്ത് ലേബറിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, അവരത് ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നു എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. അത് കംപ്ലീറ്റ് ഓൺ ചെയ്യുന്ന ആരാണ്, ക്യാപിറ്റലിസ്റ്റ് ആണ്. അത് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്താണ് എന്തെന്ന് പറയുന്നത്, എൻ്റെ ആക്ട് ഓഫ് പ്രൊഡക്ഷൻ. അതായത് അവർ വളരെ എന്താണ്, യാന്ത്രികമായിട്ട് മെക്കാനിക്കായിട്ട് ഇവർ എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു പ്രോസസ്സിൽ ഇവർക്ക് പ്രത്യേകിച്ച് ഒരു ഇമോഷണൽ ഇൻവോൾവ്മെൻ്റ് ഒന്നും ഉണ്ടാവണം എന്നില്ല. അവർ ഇഷ്ടപ്പെട്ട് ചെയ്യണമെന്നൊന്നുമില്ല. അവരുടെ സബ്സിസ്റ്റൻസിന് വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ കോ വർക്കേഴ്സിൽ നിന്നും ഏലിനേഷൻസ് ഉണ്ടാവാറുണ്ട്. കോ വർക്കേഴ്സിൽ നിന്നും ഏലിനേഷൻ എന്ന് പറയുമ്പോൾ പല ടാസ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പലരും പല പല ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ പല പല ക്ലാസ്സസ് ആയിട്ടായിരിക്കും മാറുന്നത്. അവിടെ അവർക്കൊരു യൂണിറ്റി പലപ്പോഴും നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. ആൻഡ് അതുപോലെ സ്പീഷീസ് എസൻസ്, അതായത് സ്വയം മനുഷ്യർക്ക് ഡെവലപ്പ് ആവാനോ അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റിയെ കുറച്ചും കൂടി ഒന്ന് ഇത് ചെയ്യാനോ പറ്റില്ല. അവർക്ക് അവരുടെ സ്വന്തം ഐഡൻറ്റിറ്റി എപ്പോഴും ക്യാപിറ്റലിസത്തിൽ നഷ്ടപ്പെട്ടു പോവാണ് ചെയ്യുന്നത്. മേ ബി പല മനുഷ്യർക്കും പല ജോലി ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും, പക്ഷെ അതായിരിക്കണം എന്നില്ല അവർ ചെയ്യുന്നത്. അവർക്ക് താല്പര്യമില്ലാത്തൊരു ജോലി വെറുതെ അവർ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ആയിട്ട് മാറും. ഇതാണ് തിയറി ഓഫ് ഏലിനേഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഫസ്റ്റ് യൂണിറ്റിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കാൾ മാർക്സിൻ്റെ ബയോഗ്രഫി മുതൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒട്ടേറെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് വരെ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി, എങ്ങനെയായിരുന്നു ഒരു ലോയർ ആവാൻ ആഗ്രഹിച്ചിരുന്ന കാൾ മാർക്സ് ഒരു ക്യാപിറ്റലിസ്റ്റ് ആയതും ഒരു റെവല്യൂഷണറി മാർക്സ് ആയതും എന്നുള്ള കാര്യങ്ങളിൽ തുടങ്ങി നമ്മൾ അദ്ദേഹത്തിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ, സൊസൈറ്റിക്ക് അദ്ദേഹം കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്, എക്കണോമിക്സിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള തിയറീസ് ഏതൊക്കെയാണ്, അദ്ദേഹത്തിന് മറ്റേതൊക്കെ തിങ്കേഴ്സ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ കോൺസെപ്റ്റുകളെയാണ് അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻസ്, മീൻസ് ഓഫ് പ്രൊഡക്ഷൻസ് എന്താണ്, റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻസ് എന്താണ്, തിയറീസ് എന്താണ്, ക്ലാസ് റിലേഷൻസ്, സബോർഡിനേഷൻസ്, അതായത് പൊളിറ്റിക്കൽ എക്കണോമി, ഇങ്ങനെയുള്ള കുറച്ചധികം കാര്യങ്ങൾ കംപ്രസ് ചെയ്യുന്നതായിരുന്നു നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ഈ വീഡിയോസ് എല്ലാവർക്കും അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു.